ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ടവറിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തുമെന്ന് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ചേലക്കര ടവറിൽ നിയമലംഘനം നടത്തിക്കൊണ്ട് തുടരുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർണായക ഇടപെടൽ. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അടിയന്തരമായി ഇവിടുത്തെ എ സ്ഥാപനത്തിലേക്ക് അയക്കുകയും അത് എന്താണെന്ന് വിവരം അന്വേഷിക്കുകയും വന്നതിന് ശേഷം അവിടെ പ്രവർത്തികൾ നടക്കുന്നു എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ ഏത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് ശക്തമായ നടപടി ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ആര് തന്നെയായാലും അത് അതേ രീതിയിൽ സ്വീകരിക്കുകയും അതിന് എതിരായ ശക്തമായ നടപടികളുമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. സുരക്ഷാ മാനദണ്ഡങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ടവറിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ പരിശോധന നടത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ G+2 പദവി മാത്രമുള്ള കെട്ടിടത്തിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് 4ാം നിലയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പോലീസ് സ്റ്റേഷനും പഞ്ചായത്ത് ഓഫീസിനും തൊട്ടുമുന്നിൽ നടക്കുന്ന ഈ നിയമലംഘനത്തിനെതിരെ തദ്ദേശ ഭരണകൂടം കണ്ണടയ്ക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ അനുമതിയുണ്ടെന്ന കെട്ടിട അധികൃതരുടെയും വാർഡ് മെമ്പറുടെയും വാദങ്ങൾ നിലനിൽക്കെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ ഇടപെടൽ വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് വഴിമാറുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.